ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എനിക്കൊന്ന് ബാത്റൂമിൽ പോകാൻ പോലും അവൻ എന്നെ അനുവദിക്കുകയില്ല. ഞാൻ മാറിക്കഴിഞ്ഞാൽ അപ്പം കടന്ന് കരയും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ടാൻഡ്രംസ് അവൻ എടുക്കും. എനിക്ക് എങ്ങനെ ഇത് ടാക്കിൾ ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞ് ഒരു പേരന്റ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു എത്ര കാലം തൊട്ട് ഇതുണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അവൻ ഏകദേശം ഒരു 7 മാസം അല്ലെ 8 മാസം തൊട്ടേ ഇതുണ്ടായിരുന്നു. പക്ഷെ ആക്ച്വലി ആ 8 മാസത്തെയൊക്കെ ഞാൻ വളരെയധികം എൻജോയ് ചെയ്തിരുന്നു. പക്ഷെ ഇപ്പൊ കുഞ്ഞിന് 3.5 വയസ്സായി. ഈ 3.5 വയസ്സായിട്ട് പോലും ഇതിനൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. അവന് കഴിഞ്ഞ 2-3 മാസമായിട്ട് ഞാനിപ്പോൾ സ്കൂളിൽ വിടാൻ തുടങ്ങി. സ്കൂളിലും ഇതേ ബിഹേവിയർ ആണ്. സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ കരയുക, ടാൻഡ്രം കാണിക്കുക, അല്ലെങ്കിൽ ആൻസൈറ്റി റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസ് പോലെ വയറുവേദന, വോമിറ്റിങ് ഒക്കെ കാണിക്കുക. അതുകൊണ്ട് എനിക്ക് എങ്ങനെ ഇതൊന്ന് ടാക്കിൾ ചെയ്യുന്നേ എന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞൊരു പേരന്റ് വന്നിട്ടുണ്ടായിരുന്നു. ഈ കണ്ടീഷന്റെ പേരെന്താണ്? ഇതിനെയാണ് നമ്മൾ സെപ്പറേഷൻ ആൻസൈറ്റി എന്ന് പറയുന്നത്. സെപ്പറേഷൻ ആൻസൈറ്റി എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞിന് തൻ്റെ അച്ഛനോടോ അല്ലെങ്കിൽ അമ്മയോടോ ഉള്ള അമിതമായ അല്ലെങ്കിൽ ഗാഢമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ആണ്. തൻ്റെ അമ്മ ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ല അമ്മ തന്നെ ഇട്ടിട്ട് പോകുമോ എന്നുള്ള പേടി, അല്ലെ അമ്മ ഇല്ലാത്ത സിറ്റുവേഷൻസ് സേഫ് ആണോ അല്ലയോ എന്നുള്ള പേടി. ഈ പേടി കാരണം അവര് ഭയങ്കരമായിട്ട് കരയുക, അല്ലെങ്കിൽ ടാൻഡ്രം കാണിക്കുക, അല്ലെങ്കിൽ ഫിസിക്കൽ സിംറ്റംസ് ആയിട്ടുള്ള വോമിറ്റിങ്, സ്റ്റൊമക് പെയിന് ഇതൊക്കെ കാണിക്കുക. ആൻസൈറ്റി മൂലമാണ് ഇതൊക്കെ വരുന്നത്. ഈ സിംറ്റത്തിനെ എങ്ങനെ, അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയെ എങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നതിൻ്റെ കുറച്ച് ടിപ്സ് ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞിന് സെപ്പറേഷൻ ആൻസൈറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മൾ ഡെയിലി ഒരു വർക്കിംഗ് പേരന്റ് ആണ് എന്നുണ്ടെങ്കിൽ, നമ്മൾ വർക്കിന് പോകുന്നതിന് മുമ്പ് കുഞ്ഞിങ്ങനെ കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരിക്കലും കുഞ്ഞ് കാണാതെ വേറൊരു വഴിയിലൂടെ പുറത്തോട്ട് പോകാൻ ശ്രമിക്കരുത്. നമ്മൾ എപ്പോഴും കുഞ്ഞിൻ്റെ അടുത്ത് പോയി നിന്നിട്ട്, മോനെ അമ്മ പോവുകയാണ്, ഇവിടെ മോന് അപ്പച്ചനുണ്ട്, അമ്മച്ചിയുണ്ട്, മോനിവിടെ സേഫ് ആണ്, വൈകുന്നേരം 4 മണിയാകുമ്പം അമ്മ എത്തും എന്നുള്ളത് നമ്മൾ ക്ലിയർ ആയിട്ട് കുഞ്ഞിനോട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ ഓവർ എക്സ്പ്ലനേഷനോ ഓവർ എക്സ്പ്രഷനോ ഇടാൻ പോകരുത്. വളരെ ഒരു പേഷ്യൻസോടുകൂടി, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാം ഫേസോടുകൂടി വേണം നമ്മളിത് പറയാൻ വേണ്ടി. നമ്മുടെ മുഖത്ത് ടെൻഷനോ അല്ലെ ആൻസൈറ്റിയോ പാടില്ല. അങ്ങനെ നമ്മൾ ടെൻഷൻ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞ് അതിൻ്റെ ഡബിൾ ടെൻഷൻ ആയിരിക്കും കാണിക്കുന്നത്. പിന്നെ നമ്മൾ ഇതൊരു റുട്ടീൻ എന്നുള്ള രീതി ഡെയിലി നമ്മളിത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യണം. അതായത് ആ ഗുഡ് ബൈ പറച്ചിൽ അതൊരു ഡെയിലി പ്രാക്ടീസ് എന്നുള്ള രീതിയിൽ നമ്മളിത് ചെയ്യുക. പിന്നെ നമുക്ക് ഈ സെപ്പറേഷൻ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അതായത് കുഞ്ഞിനെ ഒരു റൂമിൽ വിളിച്ചുകൊണ്ട് വന്നിട്ട് അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ടോയ് കൊടുത്തിട്ട് അവൻ അവിടെ കളിക്കുമ്പോൾ അമ്മ അപ്പുറത്ത് മാറിയ ഒരു കോർണറിൽ നിന്ന് അതൊന്ന് ഒബ്സർവ് ചെയ്യുക. കുഞ്ഞ് ആ ഒരു സ്റ്റെപ്പ് സക്സീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അമ്മ അവിടെ നിന്ന് 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് ആ റൂമിൽ നിന്ന് മാറി നിൽക്കുക. കുഞ്ഞ് അവിടെ സേഫായിട്ട് അല്ലെ സന്തോഷത്തോടെ കളിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അമ്മയുടെ ആബ്സെൻസിലും കുഞ്ഞ് നന്നായിട്ട് കളിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പയ്യെ പയ്യെ അതിൻ്റെ ഡ്യൂറേഷൻ കൂട്ടി വരിക. 5 മിനിറ്റ് 10 മിനിറ്റ് എന്നുള്ള രീതിയിൽ അതിൻ്റെ ഡ്യൂറേഷൻ കൂട്ടുക. അങ്ങനെ കൊച്ച് ഓരോ സ്റ്റെപ്പും സക്സീഡ് ചെയ്യുമ്പം കുഞ്ഞിന് ഒരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു സാധനം റിവാർഡായിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ പ്രൈസ് ചെയ്യുക. നീ ഇത്രയും നേരം ഇങ്ങനെ അമ്മേനെ കാണാതെ ഇരുന്ന് നീ കളിച്ചതിന് നല്ല കാര്യം, മിടുക്കൻ എന്നുള്ള രീതിയിൽ നമ്മൾ അവനെ പ്രൈസ് ചെയ്ത് അവന് ഇഷ്ടമുള്ള ഒരു റിവാർഡ് എന്തെങ്കിലും കൊടുക്കുക. ഇതിന് നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയും. അതായത് കൊച്ചിന്റെ ആ ഒരു ഇന്നർ മോട്ടിവേഷൻ കൂട്ടാൻ വേണ്ടിയാണ്. പിന്നെ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് കുഞ്ഞിനെ അവൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കൂട്ടുകാരൻ്റെയോ അല്ലെ റിലേറ്റീവിൻ്റെയോ അല്ലെ അപ്പച്ചൻ്റെയോ അമ്മച്ചിയുടെയോ വീട്ടിൽ കൊണ്ടയാക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ അമ്മ 1 മിനിറ്റത്തേക്ക് അല്ലെങ്കിൽ 2 മിനിറ്റത്തേക്ക് അല്ലെങ്കിൽ 5 മിനിറ്റത്തേക്ക് മാറി നിൽക്കുക. അപ്പം കുഞ്ഞ് സേഫായിട്ട് അവിടെ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ പയ്യെ അതിൻ്റെ ഡ്യൂറേഷൻ കൂട്ടി കൊണ്ടുവരാം. പിന്നെ സ്കൂളിൽ പോകുന്ന ദിവസങ്ങളിൽ തലേ ദിവസം തന്നെ പ്രയർ ആയിട്ട് കുഞ്ഞിനോട് പറയുക, നാളെ ഇത്ര മണിക്ക് നമ്മൾ കുഞ്ഞിനെ സ്കൂളിൽ വിടും, അവിടെ ഇന്ന ആക്ടിവിറ്റീസ് ആണുള്ളത്, ഇന്ന സമയത്ത് ഫുഡ്, ഇന്ന സമയത്ത് ഫുഡിന് ശേഷം ഉറക്കം, അല്ലെങ്കിൽ 4 മണിക്ക് അമ്മ വന്ന് തിരിച്ചു വിളിച്ചു കൊണ്ടുവരും എന്നുള്ള കാര്യം പ്രയറായിട്ട് കുഞ്ഞിനോട് പറയുക. അത് കുഞ്ഞിന് പ്രെഡിക്റ്റ് ചെയ്യാനുള്ള, അതായത് നാളത്തെ കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാനും ആ പ്രെഡിക്റ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യും. അങ്ങനെ പ്രെഡിക്റ്റബിലിറ്റി കൂടുന്നതനുസരിച്ച് കൊച്ചിന്റെ ആങ്സൈറ്റി കുറഞ്ഞു വരും. അതുപോലെ തന്നെ നമ്മൾ കുഞ്ഞിന് വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ 1 മണിക്ക് ഞാൻ വരും അല്ലെങ്കിൽ 4 മണിക്ക് ഞാൻ വരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കറക്റ്റ് ടൈമിൽ തന്നെ എത്താൻ ശ്രമിക്കുക. അത് നമ്മളും കുഞ്ഞുമായിട്ടുള്ള ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ സഹായിക്കും. ഇതൊക്കെയാണ് നമുക്ക് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ചില ടിപ്സ്. ഇതൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടും ഈ ഒരു സെപ്പറേഷൻ ആൻസൈറ്റി നമ്മുടെ കുഞ്ഞിൽ കാണുകയാണ് എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു പ്രൊഫഷണലിനെ മീറ്റ് ചെയ്യുക. അപ്പോൾ സെപ്പറേഷൻ ആൻസൈറ്റി എന്നുള്ളത് ഒരു മിസ്ബിഹേവിയർ അല്ല, അത് നമ്മുടെ കുഞ്ഞിന് നമ്മളോടുള്ള ഒരു ഗാഢമായ അറ്റാച്ച്മെന്റ് ആണ്. അതിനെ നമുക്ക്
പേഷ്യൻസോടുകൂടി കൺസിസ്റ്റൻസിയോടുകൂടി മേൽപ്പറഞ്ഞ ആക്ടിവിറ്റീസ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. സന്മനസ്സോടെ സമത്വയിൽ നിന്ന്.